ഇവിടെ നിന്നാ മതി. ഇതിലാരാ കല്യാണി? ഞാനാ സർ. ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. കസ്റ്റഡിയിൽ എടുക്കാൻ വന്നതാ. എന്താ സർ ഞാൻ ചെയ്ത കുറ്റം? കൊലപാതക ശ്രമം. ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കുറ്റം. എന്തിനാ ഈ ക്യാമ്പസിൽ പോലീസ് അറിയേ? അതൊക്കെ പറയേണ്ടവരോട് പറഞ്ഞോളാം. അത് പോരല്ലോ സാറേ. സാറ് പറയേണ്ടത് ഞങ്ങളോടാ, ഇവിടുത്തെ വിദ്യാർത്ഥികളോട്. നിശാന്ത, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈ നിൽക്കുന്ന പോലീസുകാരെ മുഴുവൻ ഞങ്ങൾ പിടിച്ചു പുറത്താക്കാം. വേണ്ട, കേട്ടല്ലോ. ഇവിടെ വെച്ചൊരു ക്ലാഷ് ഉണ്ടായാൽ അത് ബാധിക്കുന്നത് ഈ കോളേജിന്റെ സൽപ്പേരിനെ ആയിരിക്കും. മാന്യമായി ഈ കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നുണ്ടോ? വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. കോടതിയിൽ നിന്നുള്ള അറസ്റ്റ് വാറണ്ട് ഉണ്ട്. ഇത് തടയാൻ ശ്രമിച്ച കോടതി അലക്ഷ്യത്തിന് നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടി വരും. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. വെറുതെ ഇവിടെ കിടന്നൊരു സീൻ ഉണ്ടാക്കരുത്. കല്യാണി വിഷമിക്കണ്ട. കല്യാണി കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പേടിക്കണ്ട. കല്യാണിയെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മഞ്ജു, വിലങ്ങ്. എന്തിന്? വിലങ്ങ് വെച്ച് കൊണ്ടുപോവാനാ ഉത്തരവ്. അതും മോളിൽ നിന്നുള്ള ഉത്തരവായിരിക്കും അല്ലേ? അതെ. എടോ, ഞാൻ ആരാണെന്ന് എനിക്കറിയോ? സുഹൃത്തെ, നിങ്ങൾ ആരായാലും കോടതി ഉത്തരവ് ലംഘിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ നിയമം പഠിക്കുന്നവരല്ലേ? ഈ കുട്ടിയുടെ ബെയിലിന് വേണ്ടി ഉന്നത തലത്തിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുക ചെയ്തോ? പക്ഷേ ഇപ്പൊ എനിക്ക് ഇവിടെ കൊണ്ടുപോയേ പറ്റൂ. മാഡം, പ്ലീസ് കോപ്പറേറ്റ് ആൻഡ് ഡു നോട്ട് ഡിസ്റ്റർബ് അവർ ഡ്യൂട്ടി. മഞ്ജു, ബലം നോക്കി. സർ. സർ, നടക്ക്. വാടി.
വേഗം കേട്ടെ. സർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്ന? വെറുതെ കിടന്ന് പൂങ്കണ്ണീർ ഒഴുക്കാതെ വണ്ടിയിലോട്ട് കയറടി. അതെ, ഈ ക്രിമിനൽസിനോട് പെരുമാറുന്ന പോലെ കല്യാണോട് കാണിക്കരുത്. കല്യാണി ഒരു പാവം കുട്ടിയാ, ക്രിമിനൽ അല്ല. ഒരു തെറ്റിദ്ധാരണയുടെ പേരില ഈ അറസ്റ്റ് പോലും നടക്കുന്നത്. ഞങ്ങൾ സംയമനം പാലിച്ച് ഈ പാവം കുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചത് നിങ്ങൾ ഇവളെ ഉപദ്രവിക്കില്ലെന്നുള്ള പ്രതീക്ഷയില്ല. അതിനെന്തെങ്കിലും മാറ്റം സംഭവിച്ച പിന്നെ കാണാൻ പോകുന്ന ഇതൊന്നും ആയിരിക്കില്ല. നിശാന്ത്, പോലീസുകാർക്ക് അവരവരുടേതായ രീതികളുണ്ട്. കല്യാണിയെ പോലുള്ള ക്രിമിനലുകളോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇതിലൊന്നും ഇടപെട്ട് സ്വയം നാറാൻ നിൽക്കരുത്. ഇതിൽ നമുക്കൊരു റോളും ഇല്ല. റോളുണ്ട്. കല്യാണി അറസ്റ്റ് ചെയ്ത് ഉത്തരവിട്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പാ. അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞു. അച്ഛൻ ഇടപെട്ടത് കൊണ്ട് തന്നെയാ നമ്മൾ ഇടപെടണ്ടെന്ന് ഞാൻ പറയുന്നത്. എവിടെ നീതി നിഷേധിക്കപ്പെട്ടാലും ഇടപെടണമെന്നും പ്രതികരിക്കണമെന്നും അച്ഛൻ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. എന്നാ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ട്. തെറ്റ് ചെയ്തവരെ ഒരിക്കലും വെറുതെ വിടരുതെന്ന്. ഇവളെ തെറ്റ് ചെയ്തവളാ. ഇവക്ക് ശിക്ഷ കിട്ടണം. മേലിൽ ഇവളെ കോളേജിൽ പഠിക്കാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യരുത്. നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ശത്രുത നീ ഈ കേസിൽ കൊണ്ടുവരരുത്. കല്യാണിയോട് നിനക്ക് എതിർപ്പും വിരോധവും എല്ലാം കാണും. പക്ഷേ ഇപ്പൊ നമ്മുടെ കോളേജിലെ സ്റ്റുഡന്റ് ആയവള്. അതുകൊണ്ട് പരസ്പരമുള്ള ശത്രുതയെല്ലാം മാറ്റിവെച്ച് ഇപ്പൊ നമ്മൾ ഇവളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കണം. എന്താ കല്യാണി ഇത്? നീ ആണല്ല വെറുതെ ഷോ കാണിക്കാതെ എന്റെ ജീപ്പിന്റെ മുന്നിൽ നിന്ന് ബുള്ളറ്റ് എടുത്ത് മാറ്റടാ. ബുള്ളറ്റ് മാറ്റി വെക്കാം. ഈ കോളേജിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്ന ഈ സ്റ്റുഡന്റിനെ വിടണം. അതിനുശേഷം ആകാം ബുള്ളറ്റ് എടുത്ത് മാറ്റല്. പിന്നെ ആരെയും കയറി എടാ പോടാന്ന് വിളിക്കാനുള്ള ലൈസൻസ് തന്റെ ഈ യൂണിഫോമിനില്ല. ഞാൻ ഈ കോളേജിലെ അധ്യാപകനാ. ആ മര്യാദയിൽ വേണം എന്നോട് സംസാരിക്കാൻ. താൻ ആരായാലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് എന്റെ ജോലി തടസ്സപ്പെടുത്തരുത്. ഈ കോളേജിലെ നിയമങ്ങൾ ലംഘിച്ചിട്ടാണ് നിങ്ങളിപ്പോ പ്രവർത്തിച്ചിരിക്കുന്നത്.